അടിത്തട്ടിലെ മുട്ടിലെ ഭാഗത്തിലെ ഉളുക്കിലെ ചതവിലെ നീർക്കെട്ടിലെ കൈമുട്ടുവേദന, കാൽമുട്ടുവേദന, നടുവേദന, പെടലിവേദന എന്നീ വേദനയ്ക്കൊന്നും ഇവിടെ ഒരു മരുന്നുമില്ല. ഇതൊന്നും എനിക്കട്ട് അറിയത്തുമില്ല. സകല പരിപാടികളും ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ തുടങ്ങിയ ഒരു പരിപാടിയാണ് ഈ വൈദ്യം. ഞാൻ സാജൻ വാഴൂർ ഫ്രം കോട്ടയം. വിനു വാഴൂർ. ബിനീഷ് ഫ്രം പൊൻകുന്നം, കോട്ടയം. ഫ്രണ്ട്സ് വാഴൂർ, ഹായ്. അപ്പൊ നമുക്ക് ആദ്യം ചിരിമീറ്റർ നോക്കാം. ചിരിമീറ്ററിൽ എത്രയാണ് നിങ്ങൾക്കുള്ള മണി, എത്ര ഉണ്ടെന്നുള്ളത് നോക്കാം. ഓക്കെ, തിരിയാ ചിരിമീറ്റർ. അതാണ് നിങ്ങളുടെ ചിരിമീറ്റർ. ഇൻഷ്യലിൽ നിങ്ങൾക്ക് ആകെ ഉണ്ടാവുന്ന ബാലൻസ് 0 ആയിരിക്കും. 6 മിനിറ്റ് സമയമുണ്ട്. പക്ഷെ പേടിക്കണ്ട, ഈ 0 എന്നുള്ളത് നമുക്കിപ്പോ പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയുണ്ട്. എന്താണ് ആ വഴി? ഈ ഭാഗ്യചക്രം. ഇതാണ് നിങ്ങളുടെ പിടിവള്ളി. ഇതാണെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ചക്രം കറക്കി വിടുക. അതിൽ എത്രയാണോ എമൗണ്ട് വരുന്നത് അത് നിങ്ങൾക്ക് അവിടെ ക്രെഡിറ്റ് ആവും. അപ്പൊ എന്തായാലും ഇത് ആരാ കറക്കുന്നവരാ? ഞാൻ ചെയ്യാം. ഓക്കെ, ചെയ്തോ. ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ളതല്ല. 2000 അല്ലേ? 2000 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. 2000 എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ചെറിയൊരു എമൗണ്ട് ആണ് കിട്ടിയിരിക്കുന്നത്. 30 സെക്കൻഡിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കൗണ്ടേഴ്സ് ഡെലിവർ ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ബാക്കിലേക്ക് ആയി പോകും. ഓക്കെ, അപ്പൊ എന്തായാലും ഫ്രണ്ട്സ് വാഴൂർ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യ. രാമ, ഓ രാവിലെ അടിച്ച് വിളക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഓ തളിച്ചടിച്ച ആശാനെ. കൂതറമ്മ, മേലിൽ ഇത് ആവർത്തിക്കരുത് ഒറ്റയ്ക്ക്. ഇല്ല ആശാനെ. ആ ഓ ചുക്കുണ്ടോ? ചുക്കുണ്ടേ? ചുക്ക് ഇരിപ്പുണ്ടോന്ന് നോക്കട്ടെ ആശാനെ. നോക്കാ. പിന്നെ പിന്നെ ആശാനെ, ആ ചുക്ക് കുത്തിയിരിക്കുക. നേരം വെളുത്തല്ലേ ഉള്ളൂ, അപ്പീടുമായിരിക്കും. കഴിഞ്ഞു നോക്കാം. അതല്ല, കുത്തിപ്പോയെന്ന്. കുത്തിപ്പോയെന്ന്? ഓ എന്തുപ്പുണ്ടോ? ആ ഉപ്പിരിപ്പുണ്ടോ ആശാനെ? ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ അറിയത്തില്ല. ഈ എന്താ ചെയ്യുക? പറ്റിപ്പോയി, ഞാൻ പറഞ്ഞല്ലോ, പറ്റിപ്പോയി. ആരോ ഒരാൾ വരുന്നുണ്ട്, വഴിതെറ്റി വരികയെന്ന് തോന്നുന്നു. ഏയ് അല്ല, അയാളെ കണ്ടാലറിയാം. അയാളുടെ കാലിന്റെ പാദത്തിൽ അസാരം പരിക്കേറ്റിട്ടുണ്ട്. ഇങ്ങോട്ട് തന്നെയാണ് വരണത്. അല്ല ആശാനെ, അയാളുടെ മുട്ടിനാ പരിക്ക്. ഇല്ല, കാലിനാണ്. ഒരു കാര്യം ചെയ്യാം, ഷീറ്റ് പേര് ഒരു ഷീറ്റ് അങ്ങോട്ട് എഴുതി കൊടുത്തു. എന്റെ ബുക്ക് നമുക്ക് എടുക്കാം. പറഞ്ഞല്ലോ, വിളിക്കാം. ആ വിളിച്ചോളാം. എഴുതി കൊടുത്തു. എഴുതി കൊടുത്തു. പേര് പറഞ്ഞ് എഴുതി സോറി അസീസേ, ഞാൻ വിളിച്ചോളാം. ഓക്കെ. സോറിയാസിസു. ആ അങ്ങനെ കാണുമായിരിക്കും. വൈദ്യര് കാണോ എന്തോ. അതാ വൈദ്യര്. വൈദ്യരെ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, എല്ലാം മനസ്സിലായി. കാൽപാദത്തിൽ അസാരം പരിക്കേറ്റു അല്ലേ? എന്റെയോ? ഞാൻ പറഞ്ഞില്ല ആശാനെ, അയാളുടെ മുട്ടിലാ പരിക്ക്. എന്റെ കാലത്തും പാദം മുട്ടാനും പരിക്കൊന്നുമില്ല. ഇങ്ങോട്ട് വരുമ്പോ ചട്ടന്ന് കണ്ടായിരുന്നല്ലോ. അത് അവിടെ ഇങ്ങോട്ട് വന്നപ്പോ ഈ ചെരുപ്പൊന്ന് സ്ലിപ്പായതാ. പിന്നെ പേര് സോറിയാസിസ്. ഇരിക്കുക. സോറിയാസിസ് അല്ല, ബാബു. ചോദിച്ചപ്പോ അങ്ങനാ പറഞ്ഞേ. എന്തെങ്കിലും ആട്ടെ. എന്താ പ്രശ്നം? തലവേദന. ശിരശൂല. കണ്ണം കടയ്ക്ക നോക്കട്ടെ. ഉണ്ട്. ആ കുപ്പിയും എടുക്ക. ശീഘ്രം വേണം. വരിക. വേദന കലശലായിട്ടുണ്ട് അല്ലേ? എണീക്ക. ആ കൈ ഇങ്ങോട്ട് നീട്ടുക. ഓ, എണ്ണ ഒഴിക്കുമ്പം ചുണ്ട് കൂർപ്പിക്കണോ? മൂർധാവിൽ അങ്ങോട്ട് വെച്ചോളൂ. മൂർധാവിലോ? ആ മൂർധാവിൽ തന്നെ അങ്ങോട്ട് വെച്ചോളൂ. ആ വെച്ചോളൂ, ആശാൻ പറഞ്ഞല്ലേ. ആശാനെ, എന്നെ എപ്പോഴാ വൈദ്യരാക്കുന്നത്? നിന്നെ? വൈദ്യര്? ഓ, നീ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഓ, താമസിയാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കുമല്ലോ, നീ പിടിപ്പിക്കുമല്ലോ. ഓ, അപ്പൊ പിന്നെ നിന്നെ ഞാൻ ഭ്രാന്തിന്റെ വൈദ്യനാക്കിയേക്കാം. ഓ, എന്താ പോരെ? വെച്ചോ? വെച്ചു. എവിടെ നോക്കട്ടെ. കാണില്ലാലോ. ഐ, വീട്ടിൽ കുഷ്മാണ്ഡം എവിടെയാ കൊണ്ട വെച്ചത്? ആശാനെ, അയാളുടെ മൂർധം അങ്ങോട്ട് മാറ്റി കാണും. കാണുമായിരിക്കും. വരിക. ആട്ടെ, ഇരിക്കുക.
ഓ, ആട്ടെ. അതെന്താ? അട്ടിട്ടിരുന്ന ആ എന്താണ് പ്രശ്നം? വേദനയാ, സഹിക്കാൻ പറ്റത്തില്ല. സഹിക്കാൻ പറ്റുന്നില്ല വേദന. വയറ്റിലുണ്ടോ? വയറ്റിലുണ്ട്, എനിക്കല്ല കെട്ടിയേക്കാം, 4 മാസമായി. ഓ ആകെ മൊത്തം വേദനയാ, അതിനൊരു കുറവുമില്ല. അപ്പൊ അങ്ങനെയാണ്. വിശപ്പുണ്ടോ? ആ രാവിലെ കഴിച്ച, എന്നാലും കൈ എവിടെയാ കഴുകണ്ട, പോയി കഴിച്ചാക്കായിരുന്നു. ഉരുട്ടി മിണുങ്ങാൻ റെഡി ആയിട്ടാ വന്നേക്കുന്നത്. ഇരിക്ക. ഉറക്കം എങ്ങനെ? വേണ്ട ആശാനെ, ഓട്ടത്തിൽ ഉറങ്ങിപ്പോയി. എണീപ്പിക്ക. ഉറങ്ങിപ്പോയി. ഇങ്ങനെയുണ്ടല്ലോ. ഇരിക്ക. മൂത്രം എങ്ങനെ പോണു? രാവിലെയൊക്കെ ആണിത് ഇവിടുന്ന് അവിടം വരെ പോകും, പിന്നെ ഇട്ടിട്ട് ഇങ്ങനെ വീഴും. പിന്നെ രാത്രിയിൽ ഒന്നേ ചൂട് തട്ടണം, അതെ അവള് ചവിട്ടി താഴെ ഇടണം. കിടന്നു പുള്ളി. എന്താ ചെയ്യുക? കഷായം വേണം. ഞാൻ കാശിക്കൊന്നും പോകുന്നില്ലെന്നേ. കാഷായം അല്ലേ, കഷായം. ഈ മരുന്നുകളെല്ലാം കൂടെ വാങ്ങണം. അതിലില്ലാത്തത് പുറത്തേക്ക് എഴുതി തരാം. വേദന മരുന്നുണ്ട്, പുറത്താണല്ലോ, എവിടെയാണല്ലോ ഇരിച്ചാലും ഒരു കുഴപ്പമില്ല. എനിക്ക് അവിടെ എഴുതുന്ന കാര്യമല്ല, വെളിയിൽ നിന്ന് വാങ്ങുന്ന കാര്യം. ഈ മരുന്നെല്ലാം കൂടെ വാങ്ങിയിട്ട് ഒരു മൺകലത്തിൽ ആയിട്ട് തിളപ്പിക്കണം. 4 ഇടങ്ങഴിയായിട്ട് വറ്റിക്കണം. നാഴി വെള്ളത്തെ അടയ്ക്കുക. 3 ദിവസം അടുപ്പത്തിരിക്കണം. 3 ദിവസം അത്രയും വേണോ ആശാനെ? വേണം, എങ്കിലേ മരുന്ന് ഫലിക്കത്തുള്ളൂ. അപ്പൊ ഈ തന്തൂരാവൂലേ? അല്ല, അത് താങ്കളല്ല, ഹേ കഷായം. പിന്നെ ഈ മരുന്നെല്ലാം വാങ്ങിച്ചിട്ട് നാളെ ഇവിടെ കൊണ്ട് എന്നെ കാണിക്കണം. ഞാനൊന്നും അങ്ങനെ കണ്ടിട്ടുള്ള സാധനമല്ല. നാളെ? നാളെ ആശാന് ഡോക്ടറെ കാണാൻ പോണ്ടല്ലേ? ഓ അങ്ങനൊരു പ്രശ്നമുണ്ട്. ഡോക്ടറെ കാണാനോ? വൈദ്യരോ? ശരീരത്തിലെ ഒരു വൈക്ലഭ്യം, ഒരു അസ്വാരസ്യങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഓണം കാണണം. കിടന്നു മുള്ളാൻ ചികിത്സയ്ക്ക് വന്നപ്പോ ഇതിന്റെ വൈദ്യര് നടന്നു മുള്ളുന്നു. അപ്പൊ അങ്ങനെയല്ലത്. ഇപ്പൊ സ്വയം ചികിത്സ പാടില്ലല്ലോ. പിന്നെ തന്നെയുമല്ല, സ്വന്തം ജീവിതം വെച്ച് ആരെങ്കിലും കളിക്കുവോ കുഞ്ഞേ? എന്റെ വൈദ്യരെ സമ്മതിക്കണം. നിങ്ങൾ നോക്കിക്കോ എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ കൗണ്ടർ മണി എന്നുള്ളത്. നോക്കിയോ, അടിപൊളി അല്ലേ? 2000 തുടങ്ങി ഇപ്പം 26,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് ഇനിയും കൂടി നിപ്പുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു പോർഷൻ ആയപ്പോഴത്തേക്ക് റിവേഴ്സ് വന്നേന്ന് തോന്നുന്നു. എനിക്കൊന്ന് 30,000 വരെ പോയില്ലേക്കാ? പോയി. എങ്ങനെയാണ് പക്ര ചേട്ടാ? ഇവര് സ്ഥിരം ഇപ്പൊ കോമഡി മിമിക്സ് പ്രൊഫഷണൽ ട്രൂപ്പുകൾ കളിക്കുന്ന ആ ഒരു പാറ്റേൺ അല്ല, ഭയങ്കര ലൈവായിരുന്നു. സാധാരണ എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള ഡയലോഗുകളും ഒരു ചെറിയ സെക്കൻഡിലൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ്, ചില ഗ്യാപ്പിലൊക്കെയാണ് ചില മറുപടികൾ വരുന്നത്. അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഏതാ, മൂർധാവിൽ എണ്ണ തേക്കുന്നത്. അവിടെ തൊട്ടാണ് കുറേ കൗണ്ടറുകൾ വന്നത്. അതാണ് നിങ്ങളെ ഈ മാർക്കിൽ എത്തിച്ചത്. ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ വന്നപ്പോഴത്തേക്കിനെ ഒന്ന് അടുത്തു സംഗതി. നല്ല രസമായിട്ടുണ്ട്. നല്ലൊരു ടീമാണ്. വളരെ എന്താ പറയുന്നത്, ഈ ഒരു സ്റ്റൈല് നിങ്ങൾ പിന്തുടരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ, നല്ല സ്കിറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടിപൊളിയായിരിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നമ്മൾ ചില സിനിമകൾ ഒരു പ്രതീക്ഷയില്ലാതെ ഇത് വലിയ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് കയറുമ്പോൾ നമ്മളെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ, അമ്പരപ്പിക്കുന്ന തരത്തിൽ അതിനൊരു സക്സസ് ഉണ്ടാകുകയല്ലേ. ആ സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സന്തോഷം തന്നെയാണ് നിങ്ങളുടെ ഈ 3 പേരുടെ പെർഫോമൻസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടോ. കാരണം വന്ന സമയത്ത് 2000 രൂപയിൽ തുടങ്ങി. അതായത് അതൊരു 10,000-ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 34,000 രൂപ കിട്ടിയാണ്. പക്ഷേ ഇതിനകത്ത് 24,000 നിങ്ങൾ നേടിയതാണ്, നിങ്ങളുടെ കഴിവുകൊണ്ട് നേടിയാണ്. അതാണ് ഏറ്റവും വലിയ മിടുക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്കിറ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ 3 പേരും കൂടിയാണോ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ സഹായം ഉണ്ടോ? ആശാനാണ് മെയിൻ. ഓ, എന്താ ചേട്ടന് എവിടെ വർക്ക് ചെയ്യണത്? ഞാന് ആയുർവേദ വൈദ്യനാണ് ശരിക്കും. തിരുമ ചികിത്സയാണ് എന്റെ ജോലി. തിരുമ കളരിപ്പേറ്റതൊക്കെയാണ്, മർമ്മ ചികിത്സയൊക്കെയാണ്. ഓ ശരി. അല്ല, അപ്പൊ ഈ എപ്പിസോഡിലെ ഇതിൽ പറയുന്നുണ്ട് സ്വന്തം ജീവൻ വെച്ച് ആരെങ്കിലും പരീക്ഷ നടത്തുമെന്നുള്ളത്. ഇല്ല, അക്കാര്യത്തിൽ ഞാൻ അങ്ങനെയല്ല. എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യുന്നത്. സ്വന്തമായിട്ട് വരുമ്പോഴോ? അതും ചെയ്യും. അക്കാര്യത്തിൽ ഭയമില്ല. നിങ്ങൾ വേറെ ഇതിന് മുമ്പ് ഇതായിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്, ഈ സ്റ്റേജ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്? ഞാൻ ചെറുപ്പത്തിലൊക്കെ കുറച്ചൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഫൺസ് അപ്പോൺ എ ടൈമില് ഞാനൊരു 3 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. കോമഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ തന്നെ ഷോ അടിപൊളി അടിപൊളി. പിന്നെ ഇദ്ദേഹം? ഞാൻ സ്കൂൾ കോളേജിലൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഓ ശരി.
ഞാനും കോളേജിലും സ്കൂളിലും കോളേജിലും അതുപോലെ ITI പഠിച്ചപ്പോഴൊക്കെ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഒരു 10-30 വർഷത്തില്ല 10-25 വർഷത്തോളം ഗ്യാപ്പായി പോയി. അല്ല നന്നായിട്ടുണ്ട്. ഇത് നിങ്ങൾ 3 പേരും ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 50 രൂപയൊക്കെ അടിക്കാം, സുഖമായിട്ട് അടിക്കാൻ പറ്റും. 50 മേളിൽ അടിക്കാൻ പറ്റും. അടുത്ത പ്രാവശ്യം അങ്ങനെ അടിക്കേ കേട്ടോ. ശരിക്കും ലൈഫായിരുന്നു. നമ്മൾ ഒരു അഭിനയിക്കുന്നതിന്റെ ഒരു അല്ലെ സ്കിറ്റ് ചെയ്യുന്നതിന്റെ ഒരു വെപ്രാളമോ അല്ലെ കൗണ്ടർ അടിക്കാനുള്ള ഒരു സ്പീഡോ വ്യഗ്രതയോ അതൊന്നുമില്ല. വളരെ സാവകാശം. അപ്പൊ ഞാനും വിചാരിച്ചു ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് വരുന്നു, ദൈവമേ ആകെ 2000 രൂപയേ ഉള്ളൂ, ഇതിപ്പോ തീരുമല്ലോ എന്ന് വെച്ച്. പക്ഷെ സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ, പറയാതെ വയ്യ. ആ ഒരു ക്യാരക്ടറിന്റെ എൻട്രി തൊട്ട് ഫോണ് വിളി തൊട്ട് സോറിയാസിസ്, പിന്നെ അങ്ങോട്ട് പിക്കപ്പ് ആയിരുന്നു. സോറിയാസിസ് കഴിഞ്ഞ് പിന്നെ അസ്ത്രം വിട്ട പോലെയായിരുന്നു. പിന്നെ കൗണ്ടറിന്റെ പുറത്ത് കൗണ്ടറുകൾ വന്ന് ശരിക്കും നമ്മുടെ ഈ സ്കോർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. 2000 തുടങ്ങി 26,000 വരെ 30,000 വരെ എത്തിയതാ കേട്ടോ. അത് നിങ്ങൾക്ക് ടെലികാസ്റ്റ് 30 സെക്കൻഡ് കൗണ്ടർ ഇല്ലാത്തോണ്ട് ഒന്ന് ബാക്ക് പോയതാ. എന്തായാലും അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് 26,000 രൂപ വേണ്ടേ? ഈ രൂപ തരാൻ വേണ്ടി നമ്മുടെ ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അയ്യോ ഞങ്ങൾ എല്ലാരും കണ്ടു. നല്ല സ്കിറ്റ് ആയിരുന്നു. അയ്യോ ഇതല്ല ബാലാമണിയുടെ എൻട്രി പഞ്ചാ. അതെ ആയിരിക്കുന്നത് നാദൃശ്യൊക്കെയാണോ? നാദിക്കയാണ് ഈ അഭിനയിക്കുന്ന ഈ ഡയറക്ടർ. അഭിനയിക്കുമെന്ന് എനിക്കറിയില്ല, ഡയറക്റ്റ് അല്ലേ അതല്ലേ. ഇക്ക ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നമസ്കാരം. നമസ്കാരം. ഇക്കടെ വീട്ടിലേക്ക് ഒന്ന് ഞാൻ പണിക്ക് വന്നോട്ടെ? വീട്ടിലേക്കോ? ആ അല്ല ഇപ്പൊ വേണ്ട, ഇപ്പൊ ജോലിക്കാരുണ്ട്. അല്ല ഇക്കടെ വീട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാലോ. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടിയെന്ന്, അതിന് വേണ്ടിട്ടാ. എന്നാ എനിക്കും വേണം. കയ്യിലുണ്ടായിരുന്ന സാധനം എന്ത്? അയ്യോ സത്യം പറഞ്ഞാലേ ഞാൻ ഈ കോമഡി മാസ്റ്ററിൽ ഒരുപാട് കലാകാരന്മാർ വരുന്നില്ലേ? അയ്യോ ചിരിച്ചിരിച്ച് ഞാൻ റെഡ് ഓക്സൈഡ് കപ്പി. റെഡ് ഓക്സൈഡോ? ആ ഇത് ബ്ലാക്ക് ഓക്സൈഡ്. തിരിച്ചിരിച്ച് മണ്ണ് കപ്പി എന്നല്ലേ പറയാ? അല്ല അതിപ്പോ മണ്ണ് ഈ TV ഉള്ളടത്ത് മണ്ണ് വെക്കാറില്ലല്ലോ, റെഡ് ഓക്സൈഡ് അല്ലേ? ഈശ്വരാ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. സൗണ്ട് റേറ്റ് ഇല്ലല്ലേ? എല്ലാരും കൂടെ എടുത്തോ. ഇതെന്ത് പൈസയാണോ? പൈസയാ ആണോ? ഇത് പിന്നെ സൂക്ഷിച്ചു വെച്ച ഇത് അമ്പലപ്പാട്ട് തറവാട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാ. താങ്ക് യു. ഇത് 26,000 രൂപ തേച്ചുണ്ടോ? ഫുള്ളുണ്ട്, ചിലപ്പോ 30 ഉണ്ടാവും. ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ തിരിച്ചേൽപ്പിച്ചേക്ക്. നമുക്ക് 26 അല്ലേ ദൈവം വിധിച്ചിട്ടുള്ളത്, മാത്രം എണ്ണി നോക്കിയിട്ട് മിച്ചം ഉണ്ടെങ്കിൽ അയ്യോ ഈ പൈസ ഞാൻ വെറുതെ തന്നതല്ല. അമ്പലപ്പാട്ട് കൊറേ ജോലികളുണ്ട്, വാ നമുക്ക് അങ്ങോട്ട് പോവാം. അഡ്വാൻസാ? ആ അഡ്വാൻസ് തന്നതാ, കൊണ്ടുപോട്ടെ. എനിക്കറിയില്ല, അവരൊക്കെ ആണെങ്കിൽ ഒരു കാര്യം, നിങ്ങൾ അവിടെ ചെന്ന് തർക്കമൊക്കെ തീർത്തോ? ഇതിലും വലുതെന്തോ വരാനിരുന്നു. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആഴ്ച അവിടുത്തെ പണി തീരുവാണെങ്കിൽ വരണേ. ബാബാ ഒരുപാട് പണി